ജനങ്ങളുടെ ഭീതി അകറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഇടപെടണം. മന്ത്രി. കണ്ണൂർ നഗരത്തിലെ തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനും കണ്ണൂർ നഗരസഭ, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഇടപെടലുകൾ നടത്തണമെന്ന് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശിച്ചു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലായിരുന്നു നിർദ്ദേശം. തെരുവുനായ ശല്യം രൂക്ഷമായി. നിരവധി പേർക്ക് കടിയേറ്റ സാഹചര്യം കണ്ണൂർ നഗരത്തിൽ അടിയന്തര സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് യോഗം വിലയിരുത്തി. ജനങ്ങളുടെ ആശങ്ക അകറ്റുകയാണ് പ്രധാനം. അതിനായി തെരുവുനായകൾക്ക് ഷെൽട്ടർ ഹോമുകൾ ഒരുക്കുന്ന കാര്യത്തിൽ ജില്ലാ തലത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് KV സുബേഷ് MLA പറഞ്ഞു. തെരുവുനായ വിഷയത്തിൽ ഊർജിത ഇടപെടൽ നടത്താൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും രംഗത്തിറങ്ങണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി തടയും. ആ മാലിന്യങ്ങൾ അനധികൃതമായി വലിച്ചെറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം മനുഷ്യന്മാരെ കടിച്ചു എന്നുള്ള പ്രശ്നം കൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധേയമായത്. അല്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന അശ്രദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതാണ്. അപ്പോൾ റെയിൽവേൻ്റെ അധികാരികളുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളുടെ ഈ മാലിന്യങ്ങളും പട്ടികളുടെ ശല്യവും എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൻ്റെ ഒരു ഓർഡർ നമ്മുടെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും. കളക്ടർ ഈ പരിപാടികൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യും. ആ നിലക്കുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പൊതുവായി ചർച്ച നടത്തുകയും ഓരോ പ്രദേശത്തെയുള്ള ഗൗരവവും പ്രാധാന്യം, അതിൻ്റെ സങ്കീർണതയൊക്കെ ചർച്ച ചെയ്ത് ഊഹിച്ചൊരു സാങ്കല്പികമായിട്ടില്ലേ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല നിർവഹിക്കണ്ടേ. തദ്ദേശ സ്ഥാപനങ്ങൾ ഏതായിരുന്നാലും അവരുടേതായ ചുമതല നിർവഹിക്കണ്ടേ. ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ അഭിപ്രായം ഉണ്ടാവും, അല്ലെ പട്ടികളിൽ നിന്ന് ഇങ്ങനെ പ്രതികരണം വിചാരിച്ചിട്ട് ചെയ്യാൻ വയ്ക്കാൻ പറ്റും. അവരെ ചുമതല കണ്ടെത്തേണ്ടത്. ഓരോ സോണിലും ഓരോ സ്ഥലം കണ്ടെത്തുന്നു സെക്രട്ടറിയോട് പറഞ്ഞു. ഓരോ സോണിലും ഓരോ ഷെൽട്ടർ നിർമ്മിക്കാനാണ് തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇവിടെ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. മിനിസ്റ്റർ അങ്ങോട്ട് പറഞ്ഞത് നമ്മളിവിടെ യോഗ തീരുമാനം എന്നത് എമർജൻസി 2 ദിവസത്തിലുള്ള 2 ഷെൽട്ടർ കോർപ്പറേഷൻ അടിയന്തരമായും കണ്ടെത്തണം എന്നാണ്. അത് അവർ സമ്മതിച്ചു. അവര് തന്നെ ഇങ്ങോട്ട് മറ്റേത് തയ്യാറാണ്. ഇത് സമ്മതിച്ചു. കന്റോൺമെന്റിലും 1